തുടർച്ചയായി മൂന്നാം ദിവസവും നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലാണ് ഇന്ന് ചർച്ച നടന്നത്. നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഭരണപ്രതിപക്ഷ വാക്പോരുണ്ടായി. വെളിച്ചെണ്ണ ഇല്ലാതെ പപ്പടം ചുട്ടു തിന്നേണ്ട അവസ്ഥയാണ് എന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് പറഞ്ഞു. വിലക്കയറ്റത്തിനെതിരെ സർക്കാർ ഒരു അന്തർദേശീയ കോൺക്ലേവ് നടത്തുമെന്നും വിഷ്ണുനാഥ് പരിഹസിച്ചു. തുടർച്ചയായി 8 മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ 1-ാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ എന്താണ് സർ പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത്? സർ, മലയാളിക്ക് ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ. പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ചുട്ടു തിന്നേണ്ടി വരും. വിലക്കയറ്റത്തിന് കാരണക്കാരായ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടിയില്ലെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. ഓണത്തിന് ഒരു തരി അരി നൽകില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. അതിനെതിരെ പ്രതിപക്ഷം ഒന്നും മിണ്ടിയില്ല. എന്നിട്ടും സുഭിക്ഷമായി അരി നൽകിയെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. ഞാൻ ഈ ഓണം പ്രമാണിച്ച് പോയി കണ്ടല്ലോ കേന്ദ്രമന്ത്രിയെ. ഒരു മണി അരി തന്നില്ലെന്ന് മാത്രമല്ല, പറഞ്ഞ വാചകം എന്താ? OMS സ്കീം അനുസരിച്ച് നിങ്ങൾ അവിടെ പോയി FCIയിൽ നിന്ന് ലേലത്തിൽ എടുക്കാൻ എന്ന് പറഞ്ഞാൽ 23-24 രൂപ വിലയ്ക്ക് പൈസ ഉള്ളവരായതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാം. അത്തരം ഘട്ടത്തിൽ അത് കണ്ട് മടങ്ങി തിരിച്ചു വന്ന് കിടന്നുറങ്ങുന്ന നിലപാടല്ല ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾ അറിയണം. കേരളത്തിൽ ഓണക്കാലത്ത് ഫലപ്രദമായി എല്ലാ കുടുംബങ്ങൾക്കും അരി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു. സ്ഥിതിവിവര കണക്കുകൾ നിരത്തിയാണ് വിലക്കയറ്റമുണ്ടെന്ന് പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കഴിഞ്ഞ 9 മാസക്കാലമായി റീറ്റെയിൽ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലും വിലക്കയറ്റത്തിലും കേരളം 1-ാം സ്ഥാനം തുടർച്ചയായി കൊണ്ടുപോകാണ്. നിങ്ങളെല്ലാം പറഞ്ഞ കാര്യം 1-ാം സ്ഥാനമാണ്. ഇത് കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാ കാലത്തും കേരളം 1-ാം സ്ഥാനമാണ് എന്നുള്ള വാദം ശരിയല്ല. കേരളം അങ്ങനെ എല്ലാ കാലത്തും 1-ാം സ്ഥാനം അല്ല. മറുപടി തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഉമേഷ് ബാലകൃഷ്ണനാണ് Super 4 തത്സമയം വിശദാംശങ്ങളുമായി എത്തുന്നത്. ഉമേഷ്, ഇതിപ്പോൾ തുടർച്ചയായി 3-ാം ദിവസമാണ് നമ്മൾ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന നിയമസഭയിൽ ഇത് കാണുന്നത്. ഇത് സാധാരണയല്ലാത്തൊരു കാര്യമാണ്, അപൂർവമായി മാത്രമാണ് ഇങ്ങനെ. ഇതിനു മുൻപ് ഇത്തരത്തിലേക്ക് തുടർച്ചയായ ദിവസങ്ങളിലൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ആ തരത്തിൽ റെക്കോർഡിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ ചർച്ചകൾ നടന്നിട്ടുള്ളത് പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നതുമുണ്ട്. നമുക്കതിലേക്ക് വരാം. അതിനു മുൻപായി ഇന്നത്തെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ, അതിന് കൃത്യമായി തന്നെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം അനുഭവപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം എന്ന തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് കൃത്യമായി തന്നെ മറുപടി പറയാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞു. എങ്ങനെയാണ് കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ഭരണപക്ഷം അല്ലെങ്കിൽ മന്ത്രി നേരിട്ടത്? കുണ്ടറ MLA PC വിഷ്ണുനാഥാണ് ഇന്ന് നിയമസഭയിൽ വിലക്കയറ്റവും സംസ്ഥാനത്തെ പണപ്പെരുപ്പവും വിഷയമായി ഉന്നയിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്തായാലും നോട്ടീസ് പരിഗണിച്ചപ്പോൾ തന്നെ ഭക്ഷ്യമന്ത്രി ഈ ചർച്ച ചെയ്യാമെന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ 12 മണി മുതൽ ഏകദേശം 2:30 മണി വരെ ഏകദേശം 2:30 മണിക്കൂർ ഈ ചർച്ച നീണ്ടുനിന്നു. എന്തായാലും ഈ ചർച്ചയ്ക്കിടെ വിശദമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തു. പ്രധാനമായി പ്രതിപക്ഷം ഉന്നയിച്ചത് സംസ്ഥാനത്തെ വിലക്കയറ്റം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു കാണിച്ചത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ ഇല്ലാതെ ഈ കാലത്ത് പപ്പടം ചുട്ടു തിന്നേണ്ട അവസ്ഥയുണ്ടാകുമെന്നായിരുന്നു ഈ പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷത്തിൽ നിന്നുള്ള PC വിഷ്ണുനാഥിന്റെ വിമർശനം. ഒപ്പം സർക്കാർ വേണമെങ്കിൽ ഒരു അന്താരാഷ്ട്ര കോൺക്ലേവ് വിലക്കയറ്റത്തിൽ നടത്തും, ഇത് കോൺക്ലേവിന്റെ കാലമാണല്ലോ എന്നുള്ള ഒരു പരിഹാസവും PC വിഷ്ണുനാഥ് നടത്തി. അതിനിടെ 3 വിഷയങ്ങളിൽ പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. PC വിഷ്ണുനാഥിന് ശേഷം സംസാരിച്ച V ജോയി കഴിഞ്ഞ ദിവസം AK ആന്റണി വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്ന സാഹചര്യവും വർക്കലയിലുണ്ടായ പഴയ ലാത്തി ചാർജുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളും എടുത്ത് V ജോയി പരാമർശിച്ചു. അപ്പോൾ തന്നെ ഈ വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഇത്തരത്തിൽ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി സംസാരിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്, അതുമായി ചർച്ച ചെയ്യാനാണെങ്കിൽ പ്രത്യേകം ഒരു സെക്ഷൻ വെച്ചോളൂ എന്ന് തിരുവഞ്ചൂർ തിരിച്ചടിച്ചു. പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ സഭ നമ്മൾ ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അതോടുകൂടി ആ ചർച്ച അവിടെ അവസാനിച്ചു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ മാവേലി സ്റ്റോറുകളെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഓണക്കാലത്ത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഈ മാവേലി സ്റ്റോറുകളിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാം ഉണ്ടല്ലോ എന്ന പരാമർശമാണ് നടത്തിയതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. എന്നാൽ അതിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് താൻ എപ്പോഴാണ് അത്തരമൊരു പരാമർശം നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്ന് അത്തരം പറഞ്ഞിട്ടില്ല എന്നും മന്ത്രി GR അനിൽ പറയുന്നത് കള്ളമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിനിടെ പ്രതിപക്ഷ നേതാവിന് വോയിസ് മെസ്സേജ് തൻ്റെ ഉണ്ടെന്നും അത് വേണമെങ്കിൽ പിന്നീട് സഭയിൽ ഹാജരാക്കാമെന്നും പറഞ്ഞ് മറുപടി നൽകി. ഇത് ഒരു വാഗ്വാദത്തിന് കാരണമായി. അതിനിടെ UDF സർക്കാർ മാവേലിയെ ചവിട്ടിത്താഴ്ത്തി വാമന സ്റ്റോറുകൾ
തുറന്ന ആളുകളാണെന്ന് ഭരണപക്ഷത്തു നിന്നുള്ള വിവിധ MLA-മാരും മന്ത്രിയും ആരോപിച്ചു. ഇതിനിടെ പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് ആരാണ് ഈ വാമന സ്റ്റോർ തുടങ്ങിയതെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിനിടെ GRN നൽകിയ മറുപടി അത് തങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നിന്നുമല്ല, മുൻപ് ലീഡർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അത്തരമൊരു സ്റ്റോർ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ PC വിഷ്ണുനാഥിന് അറിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത്. ഈ 3 വിഷയങ്ങളിലും ഭരണ പ്രതിപക്ഷ തർക്കം സഭയിലുണ്ടായി. എങ്കിലും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് 2 വിഷയങ്ങൾ, ഒന്ന് പണപ്പെരുപ്പം എന്നുള്ള വിഷയം ഭരണപക്ഷവും അംഗീകരിക്കുന്നുണ്ട്. ഒപ്പം വിലക്കയറ്റം എന്നുള്ള വിഷയത്തിൽ ഈ ഓണക്കാലത്ത് കൃത്യമായി വിപണി ഇടപെടലിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായി എന്നുള്ള ന്യായീകരണമാണ് സർക്കാർ പറഞ്ഞത്. അതോടൊപ്പം കേന്ദ്രത്തിൽ നിന്ന് ഒരു തരി അരി പോലും ലഭിക്കാത്ത ഘട്ടത്തിലും ഓണക്കാലത്ത് കൃത്യമായി എല്ലാവർക്കും അരി സബ്സിഡി നിരക്കിൽ അടക്കം നൽകാൻ കഴിഞ്ഞു എന്നുള്ള വിശദീകരണവും സർക്കാർ നിരത്തി. അനുജ, ഒരു കാര്യം കൂടി ഉമേഷ്, ഇതിലിപ്പോൾ ഇന്നും നമ്മൾ കണ്ടത് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇതിൽ ഭരണപക്ഷം സ്വീകരിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഈ 3 ദിവസവും പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. ആ 3 ദിവസവും അത് ചർച്ചയ്ക്ക് അനുവദിക്കുന്നു എന്നുള്ളിടത്ത് എന്താണ് ഭരണപക്ഷം ഈ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാം പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത്. മറ്റൊന്ന്, പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾക്ക് അവർക്കും പറയാം എന്ന തരത്തിലേക്ക്. എന്നാൽ പലപ്പോഴും പ്രതിപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് ഭരണപക്ഷം മറുപടി പറയുന്ന കാഴ്ചയ്ക്കും നമ്മൾ ഈ 3 ദിവസവും സാക്ഷ്യം വഹിച്ചില്ലേ ഉമേഷ്? തീർച്ചയായും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായ 3 ദിവസവും പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരം നിയമസഭയിൽ ലഭിക്കുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് 16ാമത്തെ അടിയന്തര പ്രമേയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. അതിൽ തന്നെ മറ്റൊരു വസ്തുത, ഈ 16 അടിയന്തര പ്രമേയത്തിൽ 4 അവതരിപ്പിച്ചത് PC വിഷ്ണുനാഥ് MLA ആണ് എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 ദിവസത്തെ ഇന്നത്തെ അടിയന്തര പ്രമേയം കൂടി എടുത്താൽ കഴിഞ്ഞ 3 ദിവസത്തെ അടിയന്തര പ്രമേയത്തിലും സർക്കാർ പ്രതിപക്ഷവും അവർക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ ശേഷം തന്നെയാണ് ഏറ്റവും അവസാനം ഈ മറുപടിയിൽ തൃപ്തിയില്ല എന്ന രീതിയിൽ വാക്കൗട്ട് നടത്തുന്നത്. അതിൽ തന്നെ ആദ്യഘട്ടം ഒരുപക്ഷെ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകാൻ സാധ്യതയുണ്ടായിരുന്നത് പോലീസ് മർദ്ദനങ്ങളിലായിരുന്നു. പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ പോലും ഈ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ മറുപടി നൽകാനുള്ള ഭരണപക്ഷത്തിന്റെ അവകാശം, പ്രത്യേകിച്ച് മന്ത്രിമാർക്ക് ഏറ്റവും കൂടുതൽ സമയം മറുപടി നൽകാനുള്ള അവസരമുണ്ട്. സമയം എത്ര വേണമെങ്കിലും എടുത്ത് ചർച്ച ചെയ്യാനുള്ള അവസരം സ്പീക്കർ പലപ്പോഴും നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ കൂടുതൽ സമയം സംസാരിക്കാനുള്ള അവകാശം ഭരണപക്ഷത്തിന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ആരോപണങ്ങൾ പലപ്പോഴും മുനയൊടിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ പോലീസ് മർദ്ദനത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച പല കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വിഷയത്തിൽ വിലക്കയറ്റമുണ്ട് എന്നുള്ളത് പരോക്ഷമായി സമ്മതിക്കുന്നു. ഒപ്പം പണപ്പെരുപ്പം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും സമ്മതിക്കുന്നു. ഇതെല്ലാം ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാനാകില്ല. അപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളാണ് എന്നുള്ള കൃത്യമായ സന്ദേശം നൽകാൻ ഭരണപക്ഷത്തിനായി എന്നുള്ളതാണ് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയുടെ പ്രത്യേകത. അനുജ, അത് തന്നെയാണ് പ്രതിപക്ഷത്തെ പോലും പലപ്പോഴും ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓരോ തവണയും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുമ്പോൾ അതിനൊക്കെ അനുമതി നൽകുന്ന തരത്തിലേക്ക് ഇതുവരെ കാണാത്ത ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.